മതത്തിൻ്റെ പേരിൽ തമ്മിലടിപ്പിക്കുക, കൊല്ലുക, വെട്ടുക, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിച്ചാവുക എന്നൊക്കെ പറയുന്ന ഒരു മതം എന്ന് പറയുന്ന ഒരിക്കലും ഒരു മതവും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ചെല്ലാനോ അല്ലെങ്കിൽ തമ്മിലടിച്ച് ചോര വീഴ്ത്താനോ ഒരു മതവും പറയുന്നില്ല. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അപ്പം അതെനിക്ക് ഭയങ്കര ആശയത്തോട് ഈ മനുസ്മൃതിയുടെ ആശയം എന്ന് പറയുന്നത് സ്ത്രീകൾ എപ്പോഴും ഓരോരോ കാലഘട്ടത്തും പുരുഷനെ ആശ്രയിച്ച് ജീവിക്കുക എന്നതൊരു കോട്ടായിരുന്നു. അതിപ്പോ യൗവനത്തില് അച്ഛൻ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ എന്താ ഒരു കല്യാണം ഒക്കെ കഴിയുന്ന സമയത്ത് ഭർത്താവ് സംരക്ഷിക്കപ്പെടുന്നു, അങ്ങനെ ഒരു രീതിയായിരുന്നു. അപ്പം അങ്ങനെ അല്ലല്ലോ, നമ്മളങ്ങനെ ഒരാൾ നമ്മളെ സംരക്ഷിക്കുക, നമ്മൾ നിന്ന് കൊടുക്കുക. എങ്ങനെ ഈ കണ്ണൂരും പാലക്കാടും തമ്മിലൊരു പ്രണയം എങ്ങനെ ഉടലെടുത്തു? അങ്ങനെ നേരിട്ട് കണ്ടിട്ട് പ്രണയത്തിലായതൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാം വഴിയാണ് കണ്ടത്. ആള് കൊള്ളാലോ എന്ന് തോന്നി. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. ആദ്യം മെസ്സേജ് ഇപ്പോൾ റെസ്പോൺസ് ഇല്ലായിരുന്നു. അതെന്ത് മോശം പരിപാടിയാണ് കാണിച്ചല്ലേ? ആദ്യം മെസ്സേജ് റെസ്പോൺസ് ചെയ്യാന്ന് പറയുന്ന ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ്. എന്ത് പറ്റി? കണ്ടില്ലാത്തോണ്ടാണോ അതോ സാധാരണ നമ്മൾ സംസാരിച്ചു തുടങ്ങിയില്ല? ആദ്യം അടിയായിരുന്നു അല്ലേ? ജാട എങ്ങനെ ആദ്യം റെസ്പോൺസ് മീൻസ് എന്താ പറയാ, ഒരു ഗൗരവത്തിലായിരുന്നു. തീർച്ചയായിട്ടും കൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു ഇതിലങ്ങനെ ഡെസ്പായിട്ട് ഇരിക്കല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റും. ഉരുക്ക് വനിതയാണ് അല്ലേ? ഒരു ഉരുക്ക് വനിതയാണ്. നമുക്കുണ്ടായ പ്രതിസന്ധിയിലൊന്നും തളരുന്നില്ല. പ്രണയം അല്ലെങ്കിൽ ദാമ്പത്യം അല്ലെങ്കിൽ സ്നേഹം, ഇതിനൊക്കെ പല മഹാന്മാരും പല പല വിശേഷണങ്ങൾ അല്ലെങ്കിൽ പല പല നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും തികച്ചും വിഭിന്നമായി പല പല കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ സമകാലീന ലോകത്ത് നടക്കുന്നുമുണ്ട്. നമ്മൾ കാണുന്നുമുണ്ട്, വാർത്തകളിലൂടെയും അല്ലാതെയും മറ്റുമൊക്കെ നമ്മൾ അറിയുന്നുമുണ്ട്. എന്നാൽ അതിൽ നിന്നുമൊക്കെ തികച്ചും വ്യത്യസ്തമായി ഒരു സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഒരു മാതൃക അല്ലെങ്കിൽ ദാമ്പത്യത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സവിശേഷതയോട് കൂടിയുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് വളരെ കുളിർമയും മനസ്സിന് ഭയങ്കര ആനന്ദവും നൽകുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും സന്തോഷിക്കാൻ കഴിയുന്ന രണ്ട് ജോഡികളാണ് നമുക്ക് മുന്നിൽ നിന്നുള്ളത്. ഏറെ പ്രിയപ്പെട്ട അർജുൻ ചേട്ടനും ശ്രീലക്ഷ്മി ചേച്ചിയും, സ്വാഗതം. എങ്ങനെയുണ്ടായിരുന്നു ഇൻട്രോ? എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നല്ലേ? നമ്മൾ മൊത്തത്തിൽ ഒരു ഓണം വൈബാണ് മൊത്തത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ വന്ന് അലങ്കോലമാക്കി എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അലങ്കോലമാക്കിയിട്ടില്ല എന്താണെങ്കിലും. അപ്പോൾ എങ്ങനെയാണ് ഓണം? നമുക്ക് ആ ഓണത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് നമുക്ക് നിങ്ങളുടെ ജീവിതത്തിലൂടെ ഇങ്ങനെ ഒന്ന് സഞ്ചരിച്ച് നിങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ചത്, എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതം എങ്ങനെയായിരുന്നു പോയിരുന്നത് എന്നൊക്കെ ഒരു പോഡ്കാസ്റ്റ് ഒരു രീതിയിൽ പോലെ തന്നെ പോകുന്ന ഒരു ഓണ എപ്പിസോഡ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ശ്രീലക്ഷ്മിയിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? ശ്രീലക്ഷ്മി വന്നപ്പോഴേ പറഞ്ഞു ചേട്ടൻ ഇച്ചിരി ഒരു ഇൻട്രോവേർട്ടും ഞാനൊരു എക്സ്ട്രാവേർട്ടും ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. അധികം സംസാരിക്കാറില്ല. സംസാരിക്കില്ല. എന്ത് പറ്റി? അതെന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അങ്ങനെ കാരണമൊന്നും അറിയില്ല. കാരണം ഇങ്ങനെയാണ്. ശ്രീലക്ഷ്മി ആണെങ്കിലോ സംസാരിക്കും, ആവശ്യത്തിൽ കൂടുതൽ സംസാരിക്കും. തീർച്ചയായിട്ടും. അപ്പം ഓണവിശേഷങ്ങളിലേക്ക് തന്നെ നമുക്ക് തുടങ്ങിയിട്ട് നമുക്ക് നിങ്ങളുടെ വിശേഷങ്ങളിലേക്ക് ഇങ്ങനെ കിടക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരുമിച്ചുള്ള ആദ്യത്തെ ഓണമാണോ? രണ്ടാമത്തെ ഓണമാണ്. എങ്ങനെയുണ്ട് ആദ്യത്തെ ഓണം? എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ തന്നെ തുടങ്ങാം. സ്പെഷ്യൽ ആണല്ലോ എന്തായാലും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കുറെ കൂടെ ബ്യൂട്ടിഫുൾ ആണ് ഓണം. കളർഫുൾ ആയി, പിന്നെയും കളർഫുൾ ആയി. അതെ, കുറച്ച് കൂടുതൽ കളർഫുൾ ആയി. തീർച്ചയായിട്ടും. ചേട്ടൻ്റെ എങ്ങനെയായിരുന്നു? അർജുൻ ചേട്ടൻ്റെ? എനിക്കും അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ ഓണം ഒരു സ്പെഷ്യൽ ഓണമാണ്. പാർട്ണർ എന്ന രീതിയിൽ അല്ലേ? രണ്ടുപേരും ഒരുമിച്ച് ആദ്യത്തെ ഓണമായിരുന്നു കഴിഞ്ഞ കൊല്ലത്തത്. എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്തോ ഓണത്തിന്? ആദ്യത്തെ ഓണമാണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് പറയാൻ ചെയ്തിട്ടില്ല. നോർമലായിട്ട് ആഘോഷിക്കുന്ന പോലെ നമ്മൾ ആഘോഷിച്ചു. യാത്ര പോവാ. എങ്ങോട്ടാ പോയത്? ഇല്ല, നമ്മൾ അർജുൻ്റെ വീട്ടിലേക്ക് കണ്ണൂരേക്ക് പോയി. കണ്ണൂരുകാരനാണല്ലേ? ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ ഈ കണ്ണൂരും പാലക്കാടും തമ്മിലൊരു പ്രണയം എങ്ങനെ ഉടലെടുത്തു? അങ്ങനെ നേരിട്ട് കണ്ടിട്ട് പ്രണയത്തിലായതൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാം വഴിയാണ് കണ്ടത്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് അത്? നമുക്കൊന്ന് ജനങ്ങളിലേക്ക് എത്തണമല്ലോ. നിങ്ങൾ തമ്മിൽ ആ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായത്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ ആരംഭം
മുട്ടിടുമല്ലോ, നമ്മുടെ പ്രണയം മുട്ടിട്ടത് എവിടെ നിന്നാന്നുള്ളത് ജനങ്ങൾ അറിഞ്ഞാൽ കൊള്ളാതുണ്ട് നമുക്ക്. ഇൻസ്റ്റാഗ്രാമിലാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഒരു വനിതാ ദിനത്തിൻ്റെ 2022 മാർച്ച് 8-ാം തീയതി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആളുടെ പ്രൊഫൈലിലാണോ അതോ വേറെ ആളുടെ പ്രൊഫൈലിലാണോ എന്നറിയില്ല, വേറെ പേജിലാണ് കണ്ടത്. അപ്പോൾ ഒരു പോസ്റ്ററൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നൊരു ഇതാണ് കണ്ടത്. അപ്പോൾ ആ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ എനിക്കൊന്ന് സ്ട്രൈക്ക് ചെയ്തു. വ്യത്യസ്തമായ പോസ്റ്ററായിരുന്നു അത്. എന്തായിരുന്നു അത് മനുസ്മൃതി ഉണ്ടല്ലോ നമ്മുടെ, അതിനെ നേരെ ഓപ്പോസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരുന്നു. മനുസ്മൃതിയുടെ ഓപ്പോസ് ചെയ്തുകൊണ്ടാണ്. മനുസ്മൃതിയുടെ വാക്യങ്ങൾ എനിക്ക് അത്ര ഒക്കെ ആയിരുന്നില്ല. അപ്പൊ ഞാനും എൻ്റെ ഫ്രണ്ട് കസിനൊക്കെയാണ്, ആ ചേട്ടനും കൂടിയിട്ട് നമ്മളൊരു കണ്ടന്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പൊ ചേട്ടനാണ് അർജുന സ്ട്രൈക്ക് ചെയ്ത വാക്കുകൾ ആക്ച്വലി ആളുടെ ഐഡിയയാണ്. എന്നിട്ട് ഞാൻ അതിനെ ഡീറ്റെയിൽ ആയിട്ടൊരു ക്യാപ്ഷനും എഴുതി. അങ്ങനെ നമ്മൾ പോസ്റ്റർ കാണിച്ചു തരാം. അല്ല ഞാൻ ചോദിക്കുന്ന പോസ്റ്റർ ഉണ്ടോ? ഉണ്ടോ, ഫോണിലുണ്ട്. അതൊന്ന് കാണിക്കുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യം. അതായത് മനുസ്മൃതിക്കെതിരാണ്. മനുസ്മൃതിക്കെതിരെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വർഗീയത അല്ലെങ്കിൽ ഹിന്ദുത്വവാദത്തിനൊക്കെ എതിരാണ്. ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു കഥാകാരി എന്ന രീതിയിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ കുറെ കാര്യങ്ങള്, അങ്ങനത്തെ കുറെ ഈ വർഗീയത അല്ലെങ്കിൽ അങ്ങനെ മനുഷ്യന്റെ മനസ്സുകൾ തമ്മിലടിപ്പിക്കുന്ന പരിപാടി നമുക്കങ്ങനെ എന്താ പറയുക അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ചേട്ടനും ആ ഒരു അത് തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഒരു പെട്ടെന്നൊരു അട്രാക്ഷൻ ഉണ്ടായത് തന്നെ അല്ലേ. അതൊരു നമുക്ക് രോമാഞ്ചം വരുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം പേർക്കും ഈ മതം പറയാനും അല്ലെങ്കിൽ തൻ്റെ മതം ഇതാണെന്ന് നമ്മുടെ സ്വത്വബോധം ഇതാണെന്ന് ഉൾക്കൊണ്ട് തന്നെ മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ഒരു ആത്യന്തികമായിട്ടൊരു മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ഇന്ന് ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും. മതത്തിൻ്റെ പേരിൽ തമ്മിലടിപ്പിക്കുക, കൊല്ലുക, വെട്ടുക, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിച്ചാവുക എന്നൊക്കെ പറയുന്ന ഒരു മതം എന്ന് പറയുന്ന ഒരിക്കലും ഒരു മതവും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ചെല്ലാനോ അല്ലെങ്കിൽ തമ്മിലടിച്ച് ചോര വീഴ്ത്താനോ ഒരു മതവും പറയുന്നില്ല. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട്. അപ്പം അതെനിക്ക് ഭയങ്കര ആശയത്തോട് ഈ മനുസ്മൃതിയുടെ ആശയം എന്ന് പറയുന്നത് സ്ത്രീകൾ എപ്പോഴും ഓരോരോ കാലഘട്ടത്തും പുരുഷനെ ആശ്രയിച്ച് ജീവിക്കുക എന്നതൊരു കോട്ടായിരുന്നു. അതിപ്പോ യൗവനത്തിന് അച്ഛൻ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ എന്താ ഒരു കല്യാണം ഒക്കെ കഴിയുന്ന സമയത്ത് ഭർത്താവ് സംരക്ഷിക്കപ്പെടുന്നു, അങ്ങനെ ഒരു രീതിയായിരുന്നു. അപ്പം അങ്ങനെ അല്ലല്ലോ, നമ്മളങ്ങനെ ഒരാൾ നമ്മളെ സംരക്ഷിക്കുക, നമ്മൾ നിന്ന് കൊടുക്കുക, ആ രീതിയല്ലല്ലോ. സ്ത്രീയും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളല്ലേ. അപ്പൊ ആ രീതിക്കാണ് ആ ഒരു കോട്ട നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് അർജുൻ ചേട്ടന് കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. അത് കണ്ടപ്പോ എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു? ആ ഒരു ചിന്താഗതിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നാം ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെയാണല്ലോ, ചിന്തിക്കുന്ന ആളാണല്ലോ ഉള്ളതുകൊണ്ട് ഞാൻ നോക്കി, പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അപ്പോഴാണ് കണ്ടത് ആളിങ്ങനെയാണ്, വീൽ ചെയറിലാണ് അത് കണ്ടത്. വീൽ ചെയറിലായിട്ട് കൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മീൻസ് ആ ഒരു ഇതിലങ്ങനെ മീൻസ് ഡെസ്പായിട്ട് ഇരിക്കല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റും. ഉരുക്ക് വനിതയാണ് അല്ലേ, ഒരു ഉരുക്ക് വനിതയാണ്. നമുക്കുണ്ടായ പ്രതിസന്ധിയിലൊന്നും തളരുന്നില്ല. അങ്ങനെ കണ്ടു, ആള് കൊള്ളാമല്ലോ എന്ന് തോന്നി. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. ആദ്യമൊന്നും മെസ്സേജ് അയച്ചപ്പോൾ റെസ്പോൺസ് ഇല്ലായിരുന്നു. അതെന്ത് മോശം പരിപാടിയാണ് കാണിച്ചല്ലേ. ആദ്യം മെസ്സേജ് റെസ്പോൺസ് ചെയ്യാന്ന് പറയുന്ന ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ്. എന്ത് പറ്റി? കണ്ടില്ലാത്തോണ്ടാണോ അതോ പിന്നെ എന്ത് പറ്റി? ആദ്യത്തെ മെസ്സേജോടൊന്നും ഞാൻ കണ്ടില്ല, നമ്മളെ റിക്വസ്റ്റിലാണല്ലോ കിടക്കുക. പിന്നെ ഞാൻ നോക്കുമ്പോ എന്റെ മൈൻഡിൽ നമുക്ക് കുറെ മെസ്സേജുകൾ വരാറുണ്ട്, മറ്റേ ഹായ് ഹലോ അങ്ങനെ കുറെ ടൈപ്പ് സാധനങ്ങൾ വരാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെയാണെന്ന് മീൻസ് ആ രീതിയിലായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതൊന്നും ഞാൻ അന്നേരം കണ്ടില്ല. പിന്നെ അപ്പം കുറെ മെസ്സേജുകൾ കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആസ് യൂഷ്വൽ എല്ലാവരും അയക്കുന്ന പോലെ ആ ഒരു മൈൻഡിലായി. പിന്നെ സ്റ്റില് ഇതിങ്ങനെ വരുന്നുണ്ട്, അങ്ങനെ ഒരു ദിവസം നോർമലി റെസ്പോണ്ട് ചെയ്തു. പിന്നെ അങ്ങനെ കൈ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. നമുക്കത് വലിയൊരു ലാസ്റ്റ്. എന്തായിരുന്നു ഫസ്റ്റ് റെസ്പോണ്ട്? എന്താ റെസ്പോണ്ട് ചെയ്തത്? ആദ്യം അർജുൻ ചേട്ടൻ ഹായ് ഹലോ അതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ആദ്യത്തെ നമ്മുടെ ആണുങ്ങളുടെ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് തന്നെയാ, ഹായ് ഹലോ അല്ലേ. അതാണ്. അതിന് ശേഷം എന്താണ് ഒരു റിപ്ലൈ ആയിട്ട് ആദ്യം കൊടുക്കുന്നത്? സംസാരിച്ചു, ഹായ്, അങ്ങനെ എഴുത്ത് കാര്യങ്ങളൊക്കെ ആൾ കാണാറുണ്ട് എനിക്ക് മനസ്സിലായി. കാരണം ഏത് എഴുതിട്ടാലും ലൈക്ക് ഉണ്ടാവും, അത് സ്റ്റോറി അപ്പൊ വ്യൂസ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കല്ലോ കൊറേ ആവുമ്പോ. അങ്ങനെ സാധാ പോലെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയതാ. ആദ്യം അടിയായിരുന്നു അല്ലേ,
ജാട. ഏതാ എങ്ങനെ ആദ്യം റെസ്പോൺസ് മീൻസ് എന്താ പറയാ ഒരു ഗൗരവത്തിലായിരുന്നു. ഓക്കെ ഓക്കെ. ഒരു പുച്ഛം. അതത്ര നല്ല സ്വഭാവമല്ലോ അല്ലേ, ഒരാൾ സ്നേഹിക്കുന്ന ആളെ പുച്ഛിക്കുന്ന സ്വഭാവം. എനിക്കറിയില്ലല്ലോ ചുമ്മാ തമാശ രീതി പറഞ്ഞു. അത് ആദ്യം അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പിന്നെയാണ് നല്ല ആദ്യം എന്താണ് നല്ല ഒരു പുച്ഛഭാവമായിരുന്നു എന്ന് പറഞ്ഞു. അത് എങ്ങനെ അത് മനസ്സിലാക്കി ഉൾക്കൊള്ളുന്നത്? ആദ്യമായിട്ട് ഫോൺ വിളിച്ചത് സാഹചര്യം എങ്ങനെയാ ഓർക്കുന്നത്? ഇങ്ങനെ മെസ്സേജ് അയച്ചു പയ്യെ കണക്ഷൻ ആവുന്നു. അതിനുശേഷം ഫോൺ വിളിച്ചിട്ട് എങ്ങനെ ആദ്യത്തെ സംസാരങ്ങളൊക്കെ? ആരാദ്യം വിളിക്കുന്നത്? അർജുൻ ചേട്ടൻ തന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് അത് എന്നോട് നമ്പർ ചോദിച്ചിട്ടില്ല. എന്നോട് അതുവരെ നമ്പർ ചോദിച്ചിട്ടില്ല, ഞാൻ വിളിച്ചിട്ടില്ല. ഇങ്ങോട്ട് നമ്മൾ മീറ്റ് ചെയ്യാം, അത് ആൾക്ക് ഇങ്ങനെ തോട്ടുണ്ട് എന്നാണ് നമുക്ക് തോന്നുമല്ലോ, അത് സീരിയസ് ആയിട്ടുള്ള തോട്ടാണ് എന്ന് തോന്നിയ സമയത്ത് ഞാൻ വിചാരിച്ചു നേരിട്ട് കണ്ടു കഴിയുമ്പോൾ ആ തോന്നൽ അങ്ങ് പൊക്കോളും എന്നുള്ള രീതിയിൽ നമുക്ക് നേരിട്ട് കാണണം. ആദ്യം അർജുനും ഉണ്ടായിരുന്നു, നേരിട്ട് കാണണം എന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ആക്ച്വലി അന്ന് നമ്മൾ ലൊക്കേഷൻ പറയാൻ വേണ്ടി ആക്കിയല്ലോ, അങ്ങനെയാണ് ആക്ച്വലി ഫോൺ നമ്പർ വാങ്ങുന്നത്. അതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല നമ്പർ ചോദിക്കാൻ ചെയ്തിട്ട്. കാരണം ആ സമയത്ത് നമ്മൾ ഇൻസ്റ്റയിൽ സംസാരിക്കുന്നുണ്ട്, പിന്നെ നമ്പർ ആവശ്യമില്ലല്ലോ. അപ്പൊ ഇൻസ്റ്റയിലാണ് നമ്മൾ കോൾ ചെയ്തിരുന്നത്. അതിനുശേഷം ഇൻസ്റ്റയിൽ ആദ്യം കോൾ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു റെസ്പോൺസ് ഒക്കെ? ഹലോ അല്ല, ആദ്യം മെസ്സേജ് നോർമൽ ആയതിനു ശേഷമാണ് കോൾ ചെയ്യുന്നത് തോന്നുന്നു. കറക്റ്റ് ഓർമ്മ വരുന്നത്. കുറച്ച് മുന്നോട്ട് പോകണം, അതുകൊണ്ടാണ് കുറച്ചധികം മുന്നോട്ട് പോകണം, കുറച്ചധികം മുന്നോട്ട് പോകണം. അതെ അതെ. അപ്പൊ എത്ര വർഷമായി ഈ ഒരു പ്രണയം തുടങ്ങിയിട്ട്? 4 വർഷമായി അല്ലേ? 2022 മാർച്ച് 8 എന്ന് പറയാൻ കാരണം അന്നൊരു വനിതാ ദിനമായിരുന്നു. വനിതാ ദിനത്തിൽ പ്രണയ മുട്ടിട്ട 2 യുവമിഥുനങ്ങളാണ് നമ്മുടെ മുമ്പിൽ. എനിക്ക് മുട്ടിട്ടില്ല, അവിടെ മുട്ടിട്ടു, ഞാൻ മുട്ടിട്ടില്ല. താങ്കൾക്ക് എപ്പോ മുട്ടിട്ടു? എനിക്ക് പിന്നെ നമ്മൾ എപ്പോഴാണ്? അതായത് ഒരു വ്യക്തി, എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് പ്രപ്പോസലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും അങ്ങനെ പ്രപ്പോസൽ ഉണ്ടായിട്ട് എന്താ തെന്നിമാറിയൊക്കെ പോയിട്ടുണ്ടാവും അല്ലെ? അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതും ഇതുപോലെയൊക്കെ തന്നെ ആകുമോ എന്ന് പേടിച്ചിട്ടാണോ ആ ബഹുഭൂരിപക്ഷം ആൾക്കാരെയും റിപ്ലൈ ഒന്നും ജനറലൈസ് ചെയ്യല്ലോ, അതായത് ഇത് അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് നമ്മളത്തിന് നമുക്ക് എന്താ പറയാ വലിയ എന്തിനോ ഹൃദയം എന്നുള്ളൊരു തോട്ടില് നിൽക്കായിരുന്നു ഞാന്. പിന്നെ എന്താ പറയാ നമുക്ക് അങ്ങനെ തോട്ടം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ. അപ്പൊ ആ ഒരു സെൻസിലാണ് അർജുനെയും ആദ്യം കൺസിഡർ ചെയ്തിരുന്നത് ശരിക്കും. അപ്പൊ അങ്ങനെയായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നില്ല, കാരണം അതുവരെ ഞാൻ കണ്ടിരുന്നതൊക്കെ ഭയങ്കര വലിയ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ അർജുന ഭയങ്കര വലിയ ഞാൻ അങ്ങനെയാക്കും. അതെ അതെ. അപ്പൊ അത് ജസ്റ്റ് സ്ട്രേറ്റ് ടു ദ പോയിന്റ് ആയിരുന്നു. എനിക്കിഷ്ടമാണ്, കാര്യങ്ങളൊക്കെ എനിക്കറിയാം. നമ്മൾ സംസാരിച്ചതിന് ശേഷമാണെങ്കിലും ഞാൻ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കും, മനസ്സിലാക്കും. എന്നിട്ട് പറയാം ഓക്കെ താൻ ഇങ്ങനെയാണല്ലോ, ഇറ്റ്സ് മീൻസ് അതങ്ങനെയാണല്ലോ, അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ അത് കൂടുതൽ എനിക്ക് ഞാനിപ്പോ എന്താ പറയാ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. ആൾക്ക് എന്താ വെച്ചാൽ കുറെ വാക്കുകൊണ്ട് പറയാന്ന് പറയുന്നേക്കാൾ കാണിക്കുക, ആളെ പ്രവൃത്തി കൂടെ എന്നെ കംഫർട്ട് ചെയ്യുന്ന ഒരു അപ്രോച്ചായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയ ജനുവിനാണ് എന്ന് തോന്നി. അവിടെ തൊട്ട് എനിക്ക് ഇഷ്ടം എന്തായിരുന്നു, പക്ഷെ കാണിച്ചില്ല. അതെവിടെ നിന്നാണ് നമ്മുടെ സ്നേഹം, അതായത് ശ്രീലക്ഷ്മിയുടെ സ്നേഹം അർജുൻ ചേട്ടനിലേക്ക് ഒഴുകുന്നത് എപ്പോഴാണ്? മേ ബി നേരിട്ട് കണ്ടതിന് ശേഷം. എവിടെ വെച്ചാ നേരിട്ട് കാണുന്നത്? ഇങ്ങോട്ട് വീട്ടിൽ വന്നു. ഓക്കെ. ഫാമിലി ആയിട്ടാണോ അതോ ഒറ്റയ്ക്ക് തന്നെ വന്നു? ഒറ്റയ്ക്ക് കാണാം എന്നുള്ള രീതിയിൽ വന്നു. അതിനുശേഷം പിന്നെ വീട്ടുകാരോട് സംസാരിച്ചു. അല്ല, കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ആളെ ഇഷ്ടപ്പെട്ടു? ആദ്യ ദർശന പ്രണയം അതാണ്. ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അപ്പൊ ആളോട് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു ആദ്യം, നേരത്തെ കാണുന്നതിന് മുന്നേ തന്നെ. അപ്പൊ അതിന് മുന്നേ തന്നെ നമുക്കൊരു ഫീൽ, അതുകൊണ്ടാണ് നമ്മൾ കാണാം, നമ്മുടെ ഉള്ളില് കാണാം എന്നൊരു തോട്ട് വരുമ്പോഴാണല്ലോ. പക്ഷെ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോ ഇപ്പൊ എത്രയും നമ്മൾ ഫോട്ടോയിൽ കാണുന്നത് നമുക്ക് അത്രയൊന്നും മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, നേരിട്ടാണ് കുറെ കൂടെ അത് മനസ്സിലാവുക. സോ ഞാൻ വിചാരിച്ചത് നേരിട്ട് കാണുമ്പോൾ അർജുന ആഗ്രഹമൊക്കെ ഇങ്ങോട്ട് പൊക്കോളും, നല്ലൊരു ഫ്രണ്ടായിട്ട് പിന്നെ കൂടെ നിൽക്കും, അങ്ങനെയായിരുന്നു. പക്ഷെ ആൾക്ക് അങ്ങനെ ആയിരുന്നില്ല. അത് നമ്മള് മനസ്സിൽ ഉള്ളുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നതാണ് നമ്മുടെ ജീവിതസഖിയായിട്ട് ആയുഷ്കാലം ഇനി ജീവിതത്തിലൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെ? നമ്മുടെ
എന്താ പറയാ നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിൽ നമ്മുടെ എന്താ ദുൽഖർ സൽമാൻ പറയുന്ന ഒരു ഡയലോഗാണ് ഓർക്കുന്നത് എനിക്ക്. ഒപ്പം അല്ലെ, കൂടെ നടക്കാനല്ല, അല്ല പുറകെ നടക്കാനല്ല, ഒപ്പം നടക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്ന ഒരു ഇത്. അത് വളരെ, കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പോലത്തെയൊക്കെ സ്നേഹങ്ങൾ വളരെ കുറവാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം ബഹുഭൂരിപക്ഷവും ലിവിങ് ടുഗദർ അല്ലെങ്കിൽ എന്താണ് പറയുക വൺ നൈറ്റ് സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞ ഓരോരോ രീതിയിലുള്ള ഓരോ കോൺസെപ്റ്റുകളുമായിട്ട് യുവാക്കൾ വരുന്നൊരു സമയത്താണ് ഇത്രയും ആത്മാർത്ഥമായിട്ടുള്ള മനസ്സുകൊണ്ടുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അത് സീരിയസ് ആയിട്ട് എൻ്റെ ഉള്ളിനുള്ളിൽ എന്ന് പറയുന്നത്. കാരണം ഇങ്ങനത്തെ ഒന്നും കാണാനില്ല, ഇപ്പം കാണാൻ കിട്ടുന്ന നല്ല സ്നേഹങ്ങൾ അല്ലെങ്കിൽ ദിവ്യമായ പ്രണയങ്ങളൊന്നും ഇപ്പൊ കാണാൻ കിട്ടുന്നില്ല. എല്ലാം ഒരു എന്താ പറയാ ഒരു അൽക്കുലത്ത് മൂടലിൽ പോകുന്ന പ്രണയങ്ങളായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ഉണ്ടാവാം കേട്ടോ, ഉണ്ട്, പക്ഷേ ഇതുപോലെയൊക്കെ കാണുന്നെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്താ എങ്ങനെ ശ്രീലക്ഷ്മി ആദ്യമായിട്ട് ഇഷ്ടമാണെന്നുള്ളത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ്? അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അല്ല, നമ്മൾ പറഞ്ഞതല്ല, അങ്ങനെ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുക അങ്ങനത്തെ ഒരു സീൻ ഉണ്ടായിട്ടില്ല. അല്ല അർജുൻ? ഇല്ല, നമുക്ക് മനസ്സിലായി അങ്ങോട്ടേ കൊണ്ട് ഇഷ്ടമാണ്, അങ്ങനെ ഒരു മനസ്സിലാക്കലായിരുന്നു. അല്ലാതെ ഒരു ഒഫീഷ്യലി പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുക അങ്ങനത്തെ ഒന്നുമില്ലായിരുന്നു. ഇഷ്ടമാണ് എന്ന് ഒന്നും പറയേണ്ട സാഹചര്യം ഒന്നും വന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി, അതങ്ങ് അല്ലേ ജെല്ലായി, അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത്. തീർച്ചയായിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള എൻ്റെ ഒരു ഡൗട്ട്, അർജുൻ ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡൗട്ട് എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടും കുറച്ച് ശാരീരിക പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ കുടുംബത്തിൽ നിന്നൊക്കെ വേണ്ട എന്നൊക്കെ രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല, പറയും എന്താ സംഭവിച്ചത്, വേണോ, ഇങ്ങനെയാണ്, എങ്ങനെയാ മുന്നോട്ട് പോകുന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. റിസ്ക് അല്ലേ? എങ്ങനെയായിരുന്നു മറുപടി, എന്തായിരുന്നു? ഞാൻ പറഞ്ഞു എനിക്കിത് മതി, ഞാൻ തീരുമാനിച്ചാണ്. അതേ ഉള്ളൂ, സോഫ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത്. ഒരിടം നമ്മൾ പിന്നോട്ട് പോകാൻ ഉദ്ദേശമില്ലായിരുന്നു. മനസ്സിലങ്ങ് അല്ലേ കണ്ടതേ നമ്മൾ മനസ്സിലങ്ങ് ഉറപ്പിച്ചു. വീട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ ഇത് പറഞ്ഞായിരുന്നു, ഇതിന്റെ ആവശ്യമുണ്ടോ. നമ്മൊരു പിക്കപ്പ് പണ്ണാണ്. പിക്കപ്പ് പൺ ഒരെണ്ണം തിരഞ്ഞെടുക്കാം, രസകരമായിട്ടുള്ള ഒരു സെഗ്മെന്റ് എന്നുള്ള രീതിയിൽ മാത്രം കണ്ടാൽ ഇൻഡിവിജ്വലായിട്ട് ഓരോ രണ്ടുപേർക്കും പെട്ടപ്പെട്ട ഷടാ എന്ന് പറഞ്ഞ് ഉത്തരം പറയണം. ഒരെണ്ണം തിരഞ്ഞെടുത്തേ പറ്റത്തുള്ളതാനും. ഓക്കെ, ശ്രീലക്ഷ്മിയോടാണ്. അച്ഛൻ, അമ്മ ഓർ അർജുൻ? അതിലൊരെണ്ണം തിരഞ്ഞെടുക്കണം. എങ്കിലും കംപ്ലീറ്റ് ആവില്ല. കാട്ടുത്തരം. അച്ഛൻ, അമ്മ ഓർ ശ്രീലക്ഷ്മി? അതെ ഉത്തരം. നമ്മളത് വിട്ടിരിക്കുന്നു. ജഗദീഷ് ശ്രീകുമാർ ഓർ ഇന്നസെന്റ്? അതിലാരാ കൂടുതൽ ഇഷ്ടം, ജഗദീഷ് ശ്രീകുമാർ ഓർ ഇന്നസെന്റ്? ഒരാളെ തിരഞ്ഞെടുക്കാം. ഇന്നസെന്റ്. അതിൽ കോൺഫ്ലിക്റ്റ് ആയി. ഹരിശ്രീ അശോകനോട് സലീം കുമാർ? ശോഭന ഓർ ഉർവശി? ഉർവശി. ചിത്ര ചേച്ചി ഓർ സുജാത? സുജാത ചേച്ചി. റിമി ടോമി ഓർ മഞ്ജരി? മഞ്ജരി. എല്ലാത്തിലും അതുകൊണ്ട് ടേസ്റ്റുകളൊക്കെ വ്യത്യാസം പറഞ്ഞു എങ്കിലല്ലേ രസമുള്ളൂ. അതെ, എല്ലാം ഒരുപോലെയാണ് പിന്നെ എന്തിനു കൊള്ളാം. എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലല്ലേ രസം. എപ്പോഴും ഒരേപോലെ പോയാൽ എന്തിനുള്ള ഒരു കയറ്റവും വേണം, ഒരിറക്കം വേണം, ഇടയ്ക്ക് കയറണം, ഇടയ്ക്ക് ഇറങ്ങണം, അല്ലേ? അതല്ലേ ലൈഫ്. അതേ ഉള്ളൂ. ദാസേട്ടൻ ഓർ ജയേട്ടൻ ഓർ MG ശ്രീകുമാർ? പി ജയചന്ദ്രൻ. പി ജയചന്ദ്രൻ. പി ജയചന്ദ്രൻ. യെസ്. ആദ്യമായിട്ടാട്ടോ ഞാൻ ഈ ഒരു ഇതിട്ടിട്ട് ആദ്യമായിട്ടാണ് ജയചന്ദ്രൻ്റെ പേര് ഒരാൾ പറയുന്നത്. എല്ലാവരും ഒന്നല്ലേ MG ശ്രീകുമാർ അല്ലെങ്കിൽ ദാസേട്ടനാണ് പറയുന്നത്. കൊച്ചി ഓർ കാലിക്കറ്റ് ഓർ പാലക്കാട്? കൊച്ചി അല്ലേ ഇഷ്ടമാവും. പിന്നെ എന്താ അങ്ങോട്ട് വരാത്തത്? വരാറുണ്ട്. അവിടെയാണ് സ്ഥിരതാമസമാക്കാൻ ആഗ്രഹമുണ്ടോ അവിടെ? രാഹുൽ ഗാന്ധി ഓർ നരേന്ദ്രമോദി? ഒരെണ്ണം പറയാലോ, നമുക്ക് നമ്മുടെ നിലപാടുകളല്ലേ അത്. ഒരെണ്ണം പറയണം. രാഹുൽ ഗാന്ധി. പിക്ക് ചെയ്യണമെന്ന് പറയുന്നത് എന്തിനാണ്? ഇഷ്ടമില്ലാത്തതാണോ ഇഷ്ടമുള്ളത്? അല്ല, അങ്ങനെയല്ല, കൂടുതൽ ഇഷ്ടമുള്ളത്. അല്ല, ഇഷ്ടമില്ല എന്നുള്ള അതിൻ്റെ ഒരു അർത്ഥമില്ല.
ജഗദീഷ് ശ്രീകുമാർ ഇന്നസെന്റ് നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ല, എല്ലാവർക്കും ഇഷ്ടമല്ല. പക്ഷെ അത് കൂടുതൽ ഇഷ്ടമുള്ളത് ഒരാൾക്ക് ജഗദീഷ് ശ്രീകുമാരോ ഒരാൾക്ക് ഇന്നസെന്റിനെ. തമ്മിൽ ഭേദം തൊമ്മൻ അതാണ്. രാഹുൽ ഗാന്ധി. അതാണ് ആ സെൻസിലാണ് ഞാനും പറഞ്ഞു. VS ഓർ OC, അതായത് VS അച്യുതാനന്ദനാണോ ഉമ്മൻചാണ്ടിയാണോ? VS. രണ്ടുപേരും ഒരു ഇടതുപക്ഷ അനുഭാവികളാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? ഒരു ചില കണ്ണൂരായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു ചോര ചെങ്കൊടിയുടെ ഒരു ഇതുണ്ടെന്ന് പിൻബലം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? പിണറായി വിജയൻ, VD സതീശൻ ഓർ രാജീവ് ചന്ദ്രശേഖർ? ശിവനി എന്താ പറയാ, ഇതില് എന്താ പറയാ, സ്കിപ്പ് ചെയ്യാൻ പറ്റൂ. സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അത് ആകെ അമ്മ അച്ഛൻ അത് മാത്രം സ്കിപ്പ് ചെയ്യാൻ അടുത്ത ക്വസ്റ്റ്യൻ, വേറെ ക്വസ്റ്റ്യൻ വേറെ ഇല്ല. ഇതിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കണം. പിണറായി വിജയൻ അത് തിരഞ്ഞെടുക്കാമല്ലോ. പിണറായി വിജയൻ ഓർ VD സതീശൻ ഓർ രാജീവ് ചന്ദ്രശേഖർ? VD സതീശ് ഇപ്പൊ തുടങ്ങിയല്ലോ ഉള്ളൂ. അപ്പൊ സമയം വേണം. അപ്പൊ ഏതാ തിരഞ്ഞെടുക്കുന്നത്? പിണറായി വിജയൻ തിരഞ്ഞെടുക്കാൻ ഒരു ഭയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ട്രോള് വരുമോ? VS ചോദിച്ചപ്പോ നമ്മള് കറക്റ്റ് പറഞ്ഞില്ല. അപ്പൊ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതെ, കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇതിൽ ആരാ തിരഞ്ഞെടുക്കുന്നത്? അതുപോലെ ഇവിടെ സ്കിപ്പ് ചെയ്യുന്നു. ഒരെണ്ണം ഉള്ളു, ഇനി അവസരം ഇല്ല സ്കിപ്പ് ചെയ്യാൻ. ഇത് ലാസ്റ്റ് ഓപ്ഷൻ, ഇത് മാത്രം സ്കിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. CPM, കോൺഗ്രസ് ഓർ BJP? നിങ്ങൾ ഇടതുപക്ഷ അനുഭാവികളല്ലേ? നമ്മൾ കണ്ണും പൂട്ടിയല്ല. അങ്ങനെയല്ല, ഒരു പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും അതിനെ സപ്പോർട്ട് ചെയ്യാം, അങ്ങനെയല്ല. തെറ്റുകൾ കണ്ടാൽ തെറ്റ് ചൂണ്ടിക്കാണിക്കും. അത് വേണം. അടിമയാവരുത്. ചിലരുണ്ട് പാർട്ടിക്ക് അടിമപ്പെടും, തലച്ചോറ് പണയം വെക്കും അങ്ങോട്ട് കൊണ്ടുപോയി. അതിനൊരു യോജിപ്പില്ല. എനിക്കും യോജിപ്പുണ്ട്. ഞാൻ സത്യത്തോട് പറയാൻ ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. പക്ഷെ കോൺഗ്രസ് ചള്ളു കാണിച്ചാലും കോൺഗ്രസ് ചള്ളാന്ന് പറയണം, CPM ചള്ളു കാണിച്ചാലും CPM ചള്ളാന്ന് പറയണം. അത് മാത്രമല്ല, CPI ഉണ്ടല്ലോ. അതെ. ഇടതുപക്ഷം. ഇൻസ്റ്റ ഓർ FB ഓർ യൂട്യൂബ്? ഇൻസ്റ്റ. ട്രഡീഷണൽ ഓർ വെസ്റ്റേൺ? ബോത്ത്. എന്നാലും കൂടുതൽ ഇഷ്ടം? കൂടുതൽ വെസ്റ്റാണ്. വെസ്റ്റ്. പണം ഓർ സൗഹൃദം? അത് സൗഹൃദം. പണം ആവശ്യമില്ലെന്നല്ല, ബട്ട് ഫ്രണ്ട്ഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ പണം കൊടുത്താൽ സൗഹൃദം കിട്ടണമെന്നില്ല അല്ലേ? പക്ഷെ പണം ഇല്ലാതൊന്നും നടക്കത്തില്ല. നൈറ്റ് ലൈഫ് ഓർ ഡേ ലൈഫ്? നൈറ്റ് ലൈഫ്. സിനിമ ഓർ സീരിയൽ? അത് സ്റ്റേയല്ല. ആള് സീരിയലിന്റെ ഭക്തിയായിരിക്കും. അല്ല, ഇഷ്ടമല്ല. സിനിമ. അപ്പോൾ ആ ഒരു സെഗ്മെന്റ് അവസാനിച്ചിരിക്കുകയാണ്.